അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ക്ഷണം. ക്ഷേത്ര നിർമ്മാണ സമിതിക്ക് വേണ്ടി നൃപേന്ദ്ര മിശ്രയാണ് യെച്ചൂരിയെ ക്ഷണിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിശദാംശങ്ങൾ. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലാണ് ഇപ്പോൾ രാജ്യത്തെ വിവിധ വിശിഷ്ട വ്യക്തികളൊപ്പം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലാണ് ഇപ്പോൾ രാജ്യത്തെ വിവിധ വിശിഷ്ട വ്യക്തികളൊപ്പം രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM-നും ഇത്തരത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അല്ലെങ്കിൽ അയോധ്യയിൽ അഭിമാന ഗോപുരമായി ഉയരുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം നൽകിയിട്ടുള്ളത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതലയും ഒപ്പം ഈ ചടങ്ങുകളുടെ ചുമതലയുമുള്ള തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗമായി നൃപേന്ദ്ര ശർമ്മ ക്ഷണക്കത്ത് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഈ ക്ഷണക്കത്തിന്മേൽ CPM-ന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം. കാരണം കേരളത്തിൽ ഉൾപ്പെടെ രാമക്ഷേത്ര നിർമ്മാണത്തെയും അയോധ്യയിൽ രാമജന്മഭൂമി മൂവ്മെന്റുകളെയും എതിർത്തിരുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് CPM ഈ അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണത്തെ ഏത് രീതിയിൽ നോക്കിക്കാണും, അതിന് പങ്കെടുക്കുമോ അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം അറിയിക്കുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കോൺഗ്രസിനും മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ രാമക്ഷേത്രത്തെയും ഒപ്പം അവിടെ അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെയും കണ്ണടച്ചെതിർക്കുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങ് ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാകട്ടെ ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരാൻ കോൺഗ്രസിനും പങ്കുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടിയും ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ കടന്ന് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള തീരുമാനമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. CPM-നെ സംബന്ധിച്ച് ഈ ക്ഷണത്തെ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയിട്ടുള്ള അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തെ ഏത് തരത്തിൽ നോക്കിക്കാണും എന്നുള്ളതാണ് കാണേണ്ടത്. മുൻപ് നമുക്കറിയാം, ഈ അയോധ്യ മൂവ്മെന്റിനെ കണ്ണടച്ചെതിർക്കുകയും ഒപ്പം ദേശീയ തലത്തിലും അതിനെ എതിർക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ചടങ്ങിലേക്ക് ക്ഷണം നൽകുക. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് CPM-നെ കൂടി ക്ഷണിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജിഷ്ണു ഡൽഹിയിൽ നിന്ന് നൽകിയത്.